ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് സൺഡേ ആണ്. ഹോസ്റ്റലിലാണ് കേട്ടോ. ഹോസ്റ്റലിലെ ഡേ ഇൻ മൈ ലൈഫ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യണത്. ഇവിടുത്തെ ഹോസ്റ്റലിൽ അധികം വ്ളോഗ്സോ കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ എണീക്കണേ. എണീച്ചതിന് ശേഷം ഷീറ്റും കാര്യങ്ങളെല്ലാം മടക്കി വയ്ക്കും. ഡെയിലി ഇങ്ങനെയാണ് കേട്ടോ. ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വയ്ക്കും. എങ്ങനെ ഞാൻ ലേറ്റായിട്ട് എണീച്ച് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് അതൊക്കെ മടക്കി വയ്ക്കുക, അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് എല്ലാം ഒന്ന് അടുക്കി വാരി കിട്ടിരിക്കും. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ഒരു തോർത്ത് നിങ്ങൾ മൈൻഡാക്കണം. എൻ്റെ റൂമിലൊരു കുട്ടി ആ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തായിട്ട് ആ സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കണേ. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഡയറി എഴുതുന്നതല്ല. ലൈക്ക് എനിക്ക് ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാറുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്യാതെ എന്താണ് ഇത് ലൈക്ക് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരണമാണ് ഗൈസ്. എന്നിട്ട് ഞാൻ ഒന്ന് ഉറക്കപ്പിച്ചിലാണ് ഇപ്പോഴും. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ലൈക്ക് നിൽക്കുകയാണ്. അതിനുശേഷം ഞാൻ പോയി പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കെട്ടിയിട്ട് പല്ല് തേക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ വാഷ്റൂമിൽ നിന്നിട്ട് പല്ല് തേക്കുന്ന രംഗങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സംഭവം, ഒരു സ്ക്രബ്, ഫേസിലിടുന്നൊരു സ്ക്രബാണ്. ആ സ്ക്രബ് ഇടുകയാണ്. സംഭവം നല്ലതാണ്. ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഓയിൽനെസ്സൊക്കെ മാറി കിട്ടാറുണ്ട്. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ്. ഇത് ആൻസി ഫ്രാൻസിസ്, ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻസി ഫ്രാൻസിസ് എന്നൊരു സംഭവം എൻ്റെ പഴയ കമ്പനിയിലെ അവിടുത്തെ എൻ്റെ കൊളീഗാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഹോസ്റ്റലിലുള്ള എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി താഴെ പോയി ഫുഡ് എടുക്കണം. ഇന്ന് ഫുള്ള് പണിയാണ് കേട്ടോ ഗൈസ്. ഞാൻ ഒരു കിൻഡിൽ തുണി എനിക്ക് കഴുകാനുണ്ട്. തുണി കഴുകണം. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ ഒരു മൊത്തത്തിൽ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ സംഭവ വികാസങ്ങൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗൈസ് ഇനി ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. ഈ പിങ്ക് കളർ കണ്ടോ? ഈ പിങ്ക് കളറിലെ അത് എൻ്റെ ബെഡാണ്. പിന്നെ ഞങ്ങളുടെ റൂമിൽ 3 പേരെ കിടക്കണേ. ഒന്ന് ഷെബി, ഒന്ന് ഗായത്രി. ഞങ്ങൾ 3 പേരും കൂടെ ആയിട്ടോ റൂമിൽ കിടക്കണേ. എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതുല. അവൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോയി. അവൾ റെസിഗ്നേഷനൊക്കെ ഇട്ട് അവൾ നാട്ടിലാണ്. അവളായിരുന്നു എൻ്റെ ഓപ്പോസിറ്റുള്ള അങ്ങോട്ട് നടക്കുന്നത്. ഇപ്പോൾ അവിടെ കിടക്കുന്ന ഗായത്രിയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ചു, ബെഡൊക്കെ നീറ്റാക്കി. ഇതാണ് ഗൈസ് വാഷ്റൂം ഞങ്ങളിവിടുത്തെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേയ്സിലൊക്കെ രാവിലെ എണീച്ചത് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കാനൊരു നല്ലൊരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യും. ഇനി ഞാൻ അവിടുത്തെ കിച്ചൺ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഇവിടുത്തെ കിച്ചൺ. ഇവിടെ ഇരിക്കുന്ന പ്ലേറ്റുകൾ കണ്ടോ? ഇതിനിപ്പോൾ ഞങ്ങൾ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. ഞാൻ 3rd ഫ്ലോറിലാണ് ഗൈസ്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തിട്ട് തിരിച്ചു കയറി വരുന്ന രംഗങ്ങൾ നിങ്ങൾ ഇപ്പോൾ കാണും. പിന്നെ നിങ്ങൾ കാണുന്നത് ഞാൻ ഒരു കിൻഡിൽ തുണി കഴുകി തീർന്നു ഗൈസ്. ഗൈസ് ഇന്ന് സൺഡേ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ആക്ച്വലി ഇന്ന് എങ്ങും പോകേണ്ടത് ഫുള്ള് ഹോസ്റ്റലിലായിരിക്കും എന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് സഡനായിട്ട് HR വന്നിട്ട് പറഞ്ഞു നമുക്ക് മട്ടാഞ്ചേരി പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആരുമാണെങ്കിൽ അങ്ങനെ കൊച്ചിയിൽ വന്നിട്ട് അങ്ങനെ ഭയങ്കര എക്സ്പ്ലോറിങ്ങോ എങ്ങും പുറത്തൊന്നും പോയിട്ടോ അങ്ങനെയില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് ലുലുവിലും ഫോറം മോളിലും ഒക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഹോസ്റ്റലിൽ ഫ്രണ്ട്സുമായിട്ടൊന്നും അങ്ങനെ കറങ്ങാനൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് പെട്ടെന്ന് റെഡിയായി സെറ്റായി പോവാണ്. കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടത് ഞാൻ റെഡിയായി കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് പട്ടിഷാണ് കാര്യമൊക്കെ ഉണ്ടായി. എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആ ബ്ലൂ കളറിലുള്ളത് ഗായത്രിയും അപ്പുറത്ത് നിൽക്കുന്നത് HR ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് താഴോട്ട് പോവാണ്. അപ്പോൾ 2nd ഫ്ലോർ എത്തി. 2nd ഫ്ലോറിൽ നിന്ന് രാഗിനെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ 4 പേരും കൂടി വെച്ച് പിടിച്ച് പോവുകയാണ് ഗൈസ്. ഫസ്റ്റ് ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ താഴെത്തി നേരെ ബസ് സ്റ്റോപ്പ് തപ്പി പോവാണ്. ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ ബസ് പിടിച്ചിട്ട് മറൈൻ ഡ്രൈവിലേക്കാണ് ഫസ്റ്റ് പോണത്. ഇത് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോകട്ടെ. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയെങ്കിൽ മാത്രമേ ഡയറക്റ്റ് ബസ് കിട്ടൂ. ഇതിപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവിലെത്തി. അവിടെ ഒരുപാട് കപ്പിൾസ് ഉണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ ചില്ലൊക്കെ അടിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബോട്ടിൽ കയറിയിട്ട് മട്ടാഞ്ചേരി പോകാനായിരുന്നു ആക്ച്വലി പ്ലാൻ. അവിടെ പോയി ടിക്കറ്റ് എടുത്തതും അങ്ങനെയാണ്. പക്ഷേ ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾ ബോട്ട് മാറി കയറിയതാണോ എങ്ങനെയാണ് സംഭവം എന്ന് അറിയാൻ വയ്യ. ഞങ്ങൾ ചെന്നിറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലാണ് ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് ബോട്ടിൽ കയറാൻ പോകുന്ന ആ സംഭവ വികാസങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ നേരം ക്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഗായത്രിയും കൂടി ഇവിടെ ഈ ക്യൂ കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബോട്ട് കിട്ടി. ബോട്ടിനകത്ത് കയറി നേരെ ഫോർട്ട് കൊച്ചിയിൽ ചെന്നിറങ്ങി ഗൈസ്. അപ്പം എനിക്കൊക്കെ
എനിക്കിപ്പോഴും കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം പണ്ട് മുതലേ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ സ്ഥലത്തൊക്കെ ജോബ് നോക്കാമായിരുന്നു. പക്ഷേ എനിക്ക് കൊച്ചിയിൽ തന്നെ പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊച്ചിയിലെത്തിയിട്ട് ഞാൻ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ അതായത് ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഒരു കുലുക്കി സർബത്തൊക്കെ കുടിച്ചു. 2 എണ്ണം പറഞ്ഞു. ഒരുപാട് 4 എണ്ണമൊക്കെ പറഞ്ഞിട്ട് വേസ്റ്റ് ആക്കേണ്ട വിചാരിച്ചു 2 എണ്ണം പറഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ കുഞ്ഞു കടകളുണ്ട് കേട്ടോ ഗൈസ്. ഇഷ്ടംപോലെ മുണുക്ക് കടകളുണ്ട്. അങ്ങനെ കടകളിലൊക്കെ കയറി കുറേ സാധനമൊക്കെ നോക്കി വേണമെന്നുള്ളവരൊക്കെ മേടിച്ചു. ഞാൻ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ കൂടുതലും ഫുഡ് ഐറ്റത്തിനോടാണ് കൂടുതൽ താല്പര്യം. ഇതുപോലുള്ള എന്താ പറയുക, ഇങ്ങനത്തെ മറ്റേ മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും പോയി മേടിച്ചാലോ എന്നുള്ള ഇതിലേക്കായിരുന്നു നടന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഫോർട്ട് കൊച്ചിയിൽ അവിടെ ബീച്ചൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി ഫോർട്ട് കൊച്ചിയിൽ കടലിൻ്റെ അവിടെ ഇറങ്ങണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ താഴെ നിന്ന് ഡിസ്കഷനായിരുന്നു, ഇറങ്ങണോ പിന്നെ വിചാരിച്ചു ഐസ്ക്രീം കുടിച്ചിട്ട് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ഞങ്ങൾ ചോദിച്ചു 2 ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവിടെയാണെങ്കിൽ മറ്റേ കുരുട്ടീച്ച പോലത്തെ സാധനം, ഞാൻ വിചാരിച്ചു വീഡിയോയിൽ വരില്ല. വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അറിയണം വീഡിയോയ്ക്കകത്ത് നല്ല വൃത്തിക്ക് ഈ സാധനം ഉണ്ട് എന്ന്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നിട്ട് ഇരിക്കാൻ വല്ല സ്ഥലവും കിട്ടുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിക്കാം. ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. ഫുള്ള് ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഉച്ച വരെ ഞാനിവിടെ കിടന്നു ഉറങ്ങി. പിന്നെ ഞാൻ എൻ്റെ തുണികളെല്ലാം കഴുകി വൃത്തിയാക്കി, റൂമൊക്കെ നല്ല വൃത്തിയാക്കി. പിന്നെ രാവിലെ വേറെ റൂം നല്ല ക്ലീൻ ചെയ്തു. ഗായത്രി ഇവിടെ ഫുള്ള് തൂത്ത്, ഞാൻ പിന്നെ അവിടെയൊക്കെ കൊടുത്ത് അടുക്കിയൊക്കെ വെച്ചു. അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്ത് അവിടെ ഇരുന്നു. അയ്യോ ഭയങ്കര കാര്യമായിട്ടൊരു ഡിസ്കഷൻ, ഇതുവരെ കഴിഞ്ഞില്ലേ. അപ്പം ഈ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ ഇറങ്ങാനായിരുന്നു ഞങ്ങളുടെ ആക്ച്വലി പ്ലാൻ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല, അവിടെ ഫുൾ ആളായിരുന്നു കേട്ടോ. ഇനി ഇറങ്ങി ജീനൊക്കെ നനഞ്ഞിട്ട് പിന്നെ ഇനി ബസ്സിലൊക്കെ പോണ കാര്യം ആലോചിച്ചപ്പോൾ പിന്നെ ആ പ്ലാനിങ് ക്യാൻസൽ ചെയ്തു. പിന്നെ പോയി ഐസ്ക്രീം മേടിച്ചിട്ട് അത് കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ട വെയിൽ പോലൊരു സാധനം മണ്ടയ്ക്ക് ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം കടകളിലൊക്കെ കയറി റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അഫോർഡബിൾ സാധനങ്ങളുണ്ട്. ചില കടയിലൊക്കെ ഭയങ്കര റേറ്റാണ്, എങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് രാത്രി അവിടെ നിന്ന് തിരിച്ചു പോകുന്ന രംഗങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.